ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് വരാനിരിക്കുന്ന വർഷകാല സമ്മേളനം വേദിയാകാൻ പോവുകയാണ്. രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ഘടനയിലും എണ്ണത്തിലും വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് മണ്ഡല പുനർനിർണയ ബില്ലും അതിനോടനുബന്ധിച്ചുള്ള 131 ഭരണഘടനാ ഭേദഗതി ബില്ലും വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അതീവ രഹസ്യവും തന്ത്രപരവുമായ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. ഇത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചെങ്കിലും 2/3 ഭൂരിപക്ഷം തികയാനാകാതെ പരാജയപ്പെട്ട ചരിത്ര പ്രാധാന്യമുള്ള ഈ ബിൽ ആവശ്യമായ കൂട്ടിച്ചേർക്കലുകളോടെയും പുതുക്കിയ നിബന്ധനകളോടെയും ജൂലൈ 20-ന് ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ വീണ്ടും കൊണ്ടുവരാനാണ് ഭരണകക്ഷിയായ NDA ലക്ഷ്യമിടുന്നത്. ഈ നിർണായക നീക്കത്തെ തടയാനും പ്രതിപക്ഷ നിരയിലെ വിള്ളലുകൾ അടച്ച് ഒരുമിച്ച് നിൽക്കാനും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യവും തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഇന്ത്യൻ ഫെഡറലിസത്തെയും വരുംകാല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും പാടെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ വിഷയത്തിൽ ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇതോടെ ചൂടുപിടിച്ചിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 543 ആണ്. 1971-ലെ ജനസംഖ്യാ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സീറ്റുകൾ സംസ്ഥാനങ്ങൾക്കായി വിഭജിച്ചു നൽകിയിട്ടുള്ളത്. എന്നാൽ പുതിയ ബില്ലുകളുടെയും ഭരണഘടനാ ഭേദഗതിയിലൂടെയും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. ഇതിൽ 815 അംഗങ്ങൾ സംസ്ഥാനത്തിൽ നിന്നും 35 അംഗങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടും. ഈ പരിഷ്കരണത്തിന്റെ പ്രധാന ലക്ഷ്യമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് 2023-ൽ പാസാക്കിയ വനിതാ സംവരണ നിയമം പ്രായോഗികമാകണമെങ്കിൽ മണ്ഡല പുനർനിർണയം അനിവാര്യമാണെന്നും 2029-ലെ പൊതു തിരഞ്ഞെടുപ്പിന് മുൻപായി വനിതാ സംവരണം യാഥാർത്ഥ്യമാക്കുക എന്നതുമാണ്. അതോടൊപ്പം രാജ്യത്തെ ജനസംഖ്യാ വർധനവിന് അനുപാതികമായി ജനപ്രതിനിധികളുടെ എണ്ണം കൂട്ടുക വഴി ജനാധിപത്യ പ്രക്രിയ കൂടുതൽ ശക്തമാകുമെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. എന്നാൽ ഈ നിർദ്ദിഷ്ട മണ്ഡല പുനർനിർണയം വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രാദേശിക തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുന്നു. ജനസംഖ്യാ നിയന്ത്രണം വിജയകരമായി നടപ്പിലാക്കിയ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പുതിയ മാറ്റം വരുന്നത് വഴി ലോക്സഭയിലെ രാഷ്ട്രീയ പ്രാധാന്യവും സ്വാധീനവും കുറയുമെന്ന ആശങ്ക ശക്തമാണ്. നേരെ മറിച്ച് ജനസംഖ്യാ വർധനവ് വൻതോതിലുണ്ടായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യും. ഈ ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസ്സാകണമെങ്കിൽ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന വോട്ടെടുപ്പിൽ ബില്ലിന് അനുകൂലമായി 298 വോട്ടുകളും എതിർത്ത് 230 വോട്ടുകളുമാണ് ലഭിച്ചത്. ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 350-ലധികം വോട്ടുകൾ തികയ്ക്കാൻ കഴിയാതെ വന്നതോടെ അന്ന് ബില്ല് പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിലും ശിവസേനയിലും ഉണ്ടായ ഭിന്നിപ്പുകൾക്കും കൂറുമാറ്റങ്ങൾക്കും ശേഷം NDA സഖ്യത്തിൽ ലോക്സഭയിലെ അംഗബലം 319 ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാലും 850 സീറ്റുകളിലേക്ക് വഴി തുറക്കുന്ന ഈ നിയമം പാസാക്കാൻ സഭ പൂർണ്ണ സജ്ജമായിരിക്കുമ്പോൾ കുറഞ്ഞത് 33 MP-മാരുടെ പിന്തുണ കൂടി BJP നേതൃത്വത്തിലുള്ള സഖ്യത്തിന് ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നിരയിലുള്ള പ്രാദേശിക കക്ഷികളെ തങ്ങളുടെ ക്യാമ്പിലേക്ക് ആകർഷിക്കാൻ ഭരണപക്ഷം തീവ്ര ശ്രമം നടത്തുന്നത്. പ്രധാനമായും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP, തമിഴ്നാട്ടിലെ DMK എന്നീ പാർട്ടികളിലേക്ക് കേന്ദ്ര ഭരണ നേതൃത്വം ആശയവിനിമയത്തിന്റെ പാലങ്ങൾ നീട്ടിക്കഴിഞ്ഞു. മണ്ഡല പുനർനിർണയ വിഷയത്തിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ ബ്ലോക്കിൽ നേരിയ വിള്ളലുകൾ വീഴുന്നതായാണ് സമീപകാല സൂചനകൾ വ്യക്തമാക്കുന്നത്. NCP മുൻപ് സ്വീകരിച്ചിരുന്ന കടുത്ത എതിർപ്പ് നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് ചില മൃദു സമീപനങ്ങൾ കൈക്കൊള്ളുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. NCP വർക്കിംഗ് പ്രസിഡന്റും MP-യുമായ സുപ്രിയ സുലെ അടുത്തിടെ നടത്തിയ ഒരു പരാമർശം ഇതിന് അടിവരയിടുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപോലെ 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഈ ബില്ലിനെ പിന്തുണയ്ക്കുന്നത് തങ്ങൾ പരിഗണിക്കുമെന്നായിരുന്നു സുപ്രിയ സുലെയുടെ പ്രസ്താവന. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇത്തരം ഒരു ഫോർമുല മുന്നോട്ട് വെക്കപ്പെട്ടത്. ഈ ഫോർമുല അനുസരിച്ച് മഹാരാഷ്ട്രയിലെ ലോക്സഭാ സീറ്റുകളിൽ 48-ൽ നിന്ന് 72 ഉയരും. ഈ 50% വർധനവ് നടപ്പിലാക്കിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയ നഷ്ടം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതിപക്ഷത്തു നിന്ന് നൽകുന്ന ഉറപ്പ്. ഉദാഹരണത്തിന് കേരളത്തിലെ 20 സീറ്റുകൾ 30-ആയും തമിഴ്നാട്ടിലെ 39 സീറ്റുകൾ 59-ആയും വർദ്ധിപ്പിക്കും. ഈ പുതിയ ഫോർമുല തങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് NDA ക്യാമ്പ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ പതുക്കെ ബില്ലിന്റെ പൂർണ്ണ രൂപം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ബില്ല് വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളുമായി ആലോചിച്ച് മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നുമാണ് സുപ്രിയ സുലെ പിന്നീട് വിശദീകരിച്ചത്.
പ്രതിപക്ഷ നിരയിലെ പ്രാദേശിക പാർട്ടികൾ ചാഞ്ചാടാൻ സാധ്യതയുണ്ടെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വം മുൻകൂട്ടി കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തെ ഒരുമിച്ച് നിർത്തി സർക്കാരിന്റെ ഈ നീക്കത്തെ ശക്തമായി ചെറുക്കാനാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ചില പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം DMK നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി നേരിയ അകലം പാലിക്കുന്നുണ്ട്. ഈ അവസരം മുതലെടുത്ത് DMKയെ ഒപ്പം നിർത്താൻ ഭരണപക്ഷം ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഉത്തർപ്രദേശിൽ നിന്നുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വൻതോതിൽ വർദ്ധിപ്പിക്കുമെന്ന പ്രലോഭനം മുന്നിലുണ്ടായിട്ടും അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടി ബില്ലിനെതിരെ തങ്ങളുടെ മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി സഖ്യങ്ങളെ ഒപ്പം നിർത്തി വോട്ടെടുപ്പിൽ സർക്കാരിനെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്.